എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഡോക്ടർ പി വിജയൻ സാർ എഴുതിയ കോടീശ്വരനാകാം മനഃശക്തിയിലൂടെ എന്ന പുസ്തകത്തിൻ്റെ 8ാമത്തെ അധ്യായത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. ഈ 8ാമത്തെ അധ്യായത്തിൻ്റെ ഹെഡിങ് സമ്പത്ത് സമൂഹ നന്മയ്ക്ക് എന്നുള്ളതാണ്. ഇവിടെ ഓസ്കാർ വൈൽഡ്സ് എന്ന വ്യക്തിയുടെ ഒരു കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. ചെറുപ്പകാലത്ത് പണമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ വാർദ്ധക്യമായപ്പോൾ എനിക്കത് മനസ്സിലായി. എന്ന് പറഞ്ഞാൽ ഒരാൾ വാർദ്ധക്യമായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മരുന്ന് മേടിക്കാനോ മറ്റാവശ്യങ്ങൾക്കൊന്നും പൈസയില്ല. മക്കളുടെ മുമ്പിൽ കൈ നീട്ടേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് പണം സമ്പാദിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം അദ്ദേഹത്തിന് മനസ്സിലായത്. അപ്പോൾ ഈ അധ്യായം വളരെ പ്രധാനപ്പെട്ട അധ്യായമാണ്. നിങ്ങൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. എന്നെ ഈ അധ്യായത്തിൽ ഏറ്റവും അധികം ചിന്തിപ്പിച്ച ഒരു കാര്യമാണ്, അതായത് ധനം സമൂഹ നന്മയ്ക്ക് എന്നുള്ളതൊരു ഹെഡിങ്ങാണ്. അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് സമൂഹ നന്മയ്ക്ക് ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ ടാറ്റ ഫൗണ്ടേഷനാണ്. ടാറ്റ ഫൗണ്ടേഷൻ്റെ സ്കോളർഷിപ്പ് വാങ്ങിച്ചാണ് KR നാരായൺ എന്ന മലയാളി വിദേശ രാജ്യത്ത് പഠിക്കാൻ പോയത്. അദ്ദേഹം പിന്നീട് ഇന്ത്യയുടെ രാഷ്ട്രപതി, ഒന്നാമത്തെ പൗരൻ, ഇന്ത്യയുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്നുള്ള ആ പദവിയിലേക്ക് അദ്ദേഹം വന്നു. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഇദ്ദേഹം ഒരിക്കൽ ഈ KR നാരായണൻ്റെ എന്നെക്കുറിച്ച് ഒരു ഇപ്രകാരം കേൾക്കുവാനായിട്ടിടയായി തീർന്നു. സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാർ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾക്ക് ആരായി തീരാനാണ് ആഗ്രഹം, അടുത്ത ജന്മത്തിൽ ആരായി തീരാനാണ് ആഗ്രഹം? അപ്പോൾ പലരോടും ചോദിച്ച പലർ രാജാവാകണം, മന്ത്രിയാകണം, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ KR നാരായൺ പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. ആ കൂട്ടുകാരൻ്റെ വീട്ടിൽ ഒരു പട്ടിയുണ്ട്. അൽസേഷൻ പട്ടിയായിരിക്കാം, നല്ലൊരു പട്ടിയുണ്ട്. ഈ KR നാരായൺ പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്, എനിക്ക് അടുത്ത ജന്മത്തിൽ ഇന്നയാളുടെ വീട്ടിലെ ഒരു പട്ടിയായിട്ട് ജനിച്ചാൽ മതി. അപ്പോൾ ചോദിച്ച് എന്താണെന്ന് ചോദിച്ച് പറയാണ്, ആ പട്ടിക്ക് വയറ് നിറച്ച് ആഹാരം കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒറ്റ വാക്ക് കേട്ടപ്പോൾ ടീച്ചേഴ്സിനെല്ലാം വളരെ ദുഃഖം തോന്നി. അവർ പിരിവിട്ടും സംഭാവനയൊക്കെ ആയിട്ട് സ്വീകരിച്ച് കുറേ സാമ്പത്തിക സഹായമൊക്കെ ചെയ്തു എന്ന് പറയപ്പെടുന്നു. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ദാരിദ്ര്യത്തിൽ ജനിച്ച ഒരു ദളിത് വിഭാഗത്തിൽ ജനിച്ച ഒരു വ്യക്തി, സാമ്പത്തികപരമായി ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ നിന്ന ദാരിദ്ര്യത്തിൽ മാത്രം ജീവിച്ച ഒരു വ്യക്തി ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുകയും ഇന്ത്യയുടെ രാഷ്ട്രപതിമാരുടെ പേരുകളിൽ ഏറ്റവും അഗ്രഗണ്യനായ ഒരു വ്യക്തി എന്നുള്ളൊരു പേരിന് ഉടമയാകുകയും ചെയ്ത ഡോക്ടർ KR നാരായണൻ, അദ്ദേഹത്തിന് ടാറ്റ ഫൗണ്ടേഷൻ കൊടുത്ത ആ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് കൊണ്ടാണ് അദ്ദേഹം ഉന്നത ബിരുദം പഠിച്ചത്. പിന്നീട് നമ്മൾ കാണുന്നത് മൈസൂർ രാജാവ് നൽകിയ പണം കൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിൽ പോയതും ചിക്കാഗോയിൽ സർവ്വമത സമ്മേളനത്തിൽ പ്രസംഗിച്ചതും. വളരെ പ്രധാനമാണ്. മൈസൂരിലെ രാജാവ് അദ്ദേഹത്തിന് പണം കൊടുത്തില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഇന്ന് ലോകമറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറില്ലായിരുന്നു. കാരണം അമേരിക്കയിൽ പോയി അമേരിക്കയിലെ എൻ്റെ സഹോദരി സഹോദരന്മാരെ എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗം അത് ജനങ്ങളെ വളരെയധികം ആവേശം കൊള്ളിച്ചതാണ്. പിന്നീട് ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് രൂപം നൽകിയ ഡോക്ടർ BR അംബേദ്കറിന് വിദേശ വിദ്യാഭ്യാസത്തിനുള്ള പണം നൽകിയത് ബറോഡ രാജാവായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഈ ഉന്നതമായ ബിരുദങ്ങൾ കരസ്ഥമാക്കിയത്. അപ്പോൾ നിങ്ങളോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, പണമുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരാളെ സഹായിക്കാൻ പറ്റുകയുള്ളൂ, സ്കോളർഷിപ്പ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മളിന്ന് ഉൾപ്പെട്ടു നിൽക്കുന്ന നമ്മുടെ ഈ പ്രസ്ഥാനങ്ങളിലൊക്കെ എത്ര സ്ഥലങ്ങളിൽ സ്കോളർഷിപ്പുകൾ കൊടുക്കുന്നുണ്ടോ പോയി പഠിക്കാനായിട്ട്? ആരെങ്കിലും കൊടുക്കുന്നുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ എങ്ങനെയാണ് ഒരു ഉന്നതമായ വിദ്യാഭ്യാസം ലഭിക്കുന്നത്? അപ്പോൾ പണം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. ഇവിടെ പറയുന്നത്, എന്തിനാണ് ഇത്രയധികം പണം? സമൂഹത്തിൻ്റെ പൊതു നന്മയ്ക്കായി പണം വിനിയോഗിക്കപ്പെടുന്നില്ലെങ്കിൽ ആ പണം കൊണ്ട് എന്താണ് മൂല്യം? പണം ഒരു ഉപകരണം മാത്രമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം മാത്രമാണ്. വിക്രയങ്ങൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് പണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം.
ഒരാൾ പണക്കാരനായി ജീവിക്കുന്നു എന്നതുകൊണ്ട് അദ്ദേഹം സാമൂഹിക നന്മകൾക്ക് അദ്ദേഹം പ്രയോജനപ്പെടുത്തുന്നില്ലെങ്കിൽ എന്താണ് പ്രയോജനം? ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ ഓർക്കുന്നുണ്ട്, ക്ലബ്ബുകൾ, അവിടെയൊക്കെ ക്ലബ്ബുകളുണ്ട്. ക്ലബ്ബുകളിലൊക്കെ അതിൻ്റെ പ്രസിഡൻറ്റോ സെക്രട്ടറി ആയിട്ടൊക്കെ തിരഞ്ഞെടുത്ത് വെക്കുന്നത് ഏതെങ്കിലും കാശുള്ളവനെയായിരിക്കും. കാരണം ഒരു ഓണാഘോഷ പരിപാടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഫുട്ബോൾ മത്സരമോ ക്രിക്കറ്റ് മത്സരമോ ഒക്കെ നടന്നാൽ ആദ്യം പണം എടുത്ത് ചിലവാക്കണമെങ്കിൽ ഈ കാശുള്ളവനെ ഇതിൻ്റെ അധികാരസ്ഥാനത്ത് വെച്ചിട്ടേ കാര്യമുള്ളൂ. കാശില്ലാത്തവൻ ഇതിൻ്റെ അധികാരസ്ഥാനത്ത് വന്നുകൊണ്ട് ഒരു കാര്യമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവൻ്റെ ഐഡിയ കൊണ്ട് മാത്രം കാര്യം നടക്കുകയില്ല. ഒരു കാര്യം ചെലവഴിക്കാനായിട്ടുള്ള പണം വേണം. പണമില്ലെങ്കിൽ നമ്മൾക്ക് പലപ്പോഴും ഈ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് സാധ്യമല്ല. എന്നാൽ വലിയ പണക്കാരെല്ലാം പാവങ്ങളെ പറ്റിച്ച് ചൂഷണം ചെയ്ത് ജീവിക്കുകയാണ് എന്നുള്ളൊരു അബദ്ധധാരണ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് പണം എന്താണെന്നും പണം കൊണ്ടുള്ള നന്മ എന്താണ് എന്നും തിരിച്ചറിയാൻ കഴിയാത്തതാണ്. ഇപ്പോൾ ബൈബിളിലൊരു വചനമുണ്ട്, പണക്കാരൻ അല്ലെങ്കിൽ ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്ന പോലെയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ യെരുശലേം ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നോക്കുമ്പോൾ ആ മതിലുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ വാതിലുണ്ട്. അതിലൂടെ കടക്കുന്നതിനെയാണ് ഉദ്ദേശം, അല്ലാതെ നമ്മുടെ ഈ കയ്യിരിക്കുന്ന സൂചിക്കൂടെ കുഴയിലൂടെ കടക്കുന്നു എന്നുള്ളതല്ല. അതിൻ്റെ അർത്ഥം എത്രയേ ഉള്ളൂ, പണമുണ്ടാക്കാൻ വേണ്ടി അത്യാർത്തിയോടുകൂടി ഓടി നടക്കുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് ആ പണം ഉപകാരപ്പെടുന്നില്ല എന്നുള്ളതാണ് ഈ പറഞ്ഞു വരുന്നത്. എന്നോർത്തുകൊണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കിടന്നുറങ്ങി. വേദപുസ്തകം പറയുന്നു അവൻ്റെ കൈകൾ തളികയിൽ പൂത്തുന്നു. അതായത് രണ്ട് കൈയും നമ്മുടെ രണ്ട് തുടയുടെ ഇടയിൽ വെച്ചുകൊണ്ട് സുഖമായി കിടന്ന് ഉറങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉറങ്ങുകയും ദിവാസ്വപ്നങ്ങൾ കാണുകയും ചുമ്മാ കറങ്ങി നടക്കുകയും ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ജീവിക്കുകയും ചെയ്യുന്നതിനെ സംബന്ധിച്ച് അവന് ജീവിതത്തിൽ ഒരിക്കലും പണം സമ്പാദിക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെയുള്ളവർ മടിയന്മാരാണ്. അതുകൊണ്ടാണ് വേദവസ്തം പറയുന്നത്, മടിയ നീ ഉറുമ്പിൻ്റെ അടുക്കൽ ചെല്ലുക, അതിൻ്റെ വഴിയെ നോക്കി ബുദ്ധി പഠിക്കുക എന്ന് പറയുന്നത്. അത് കൊയ്ത്ത് കാലത്ത് തീൻ ശേഖരിച്ച് വെക്കുന്നു എന്ന് പറയും. പണമുണ്ടാക്കാൻ നമുക്ക് സൗകര്യമുള്ളപ്പോൾ, സാഹചര്യങ്ങളുള്ളപ്പോൾ അതുണ്ടാക്കാൻ ശ്രമിക്കുക. അതുണ്ടാക്കണമെങ്കിൽ കഠിനാധ്വാനം ചെയ്യണം. കഠിനാധ്വാനമില്ലാതെ ഒരിക്കലും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒന്നും ആയിത്തീരാനായിട്ട് സാധ്യമല്ല. ഒരു വ്യക്തിക്ക് ഒരു DM ആയി അല്ലെങ്കിൽ ഒരു SP ആയി തീരണമെങ്കിൽ, ഒരു ഡോക്ടറായി തീരണമെങ്കിൽ അവൻ കഠിനാധ്വാനം ചെയ്യണം, അവൻ പഠിക്കണം. എന്നെങ്കിൽ മാത്രമേ അവന് എത്തപ്പെടാനായിട്ട്. പൊതുവെ അലസന്മാരും മടിയന്മാരുമാണ് ജീവിതത്തിൽ ഒരു മേഖലകളിലും എത്തപ്പെടാത്തത്. വേദപുസ്തകം പറയുന്നൊരു ഭാഗമുണ്ട്, എൻ്റെ ഈ ചെറിയ സഹോദരങ്ങളിൽ ഒരുവന് നിങ്ങൾ ചെയ്യുന്നിടത്തോളം അത് എനിക്ക് ചെയ്യുന്നത് പോലെയാണ്. ഒരു സാധാരണക്കാരനെ കണ്ടാൽ സഹായിക്കേണ്ടത് എൻ്റെ കർത്തവ്യമാണ് എന്നുള്ളത് തിരിച്ചറിയാം. പണം രണ്ട് വിധമുണ്ട്, രണ്ട് വിധത്തിലുള്ള പണമുണ്ട്. നല്ല പണവുമുണ്ട്, ചീത്ത പണവുമുണ്ട്. നല്ല പണമായിരിക്കണം നമ്മുടെ കയ്യിൽ ഉണ്ടാകേണ്ടത്. എങ്ങനെയെങ്കിലും പണം നേടിയെടുക്കണം എന്നുള്ള അത്യാർത്തി പെരുകുന്നത് നമ്മുടെ ജീവിതത്തിൽ നല്ലതല്ല. കോടീശ്വരനാകാനുള്ള വെമ്പലിൽ ആരെങ്കിലും അധാർമികമായി പണം നേടുന്നുണ്ടെങ്കിൽ ആ പണം ഒരിക്കലും ഉപകാരപ്പെടില്ല. കഠിനാധ്വാനത്തിലൂടെയാണ് നമ്മൾ പണം സമ്പാദിക്കേണ്ടത്. പണിയെടുക്കാതെ പണം സമ്പാദിക്കുന്നത് തെറ്റാണ്. അതൊരു വലിയൊരു പോയിൻ്റാണ്. ഞങ്ങളുടെ ഈ കൺവെൻഷൻ പ്രസംഗകരൊക്കെ ഉണ്ട്, പെന്തക്കോസ്തിലും അതുപോലെ മറ്റുള്ള ക്രിസ്തീയ സഭകളിലും. ഒരൊറ്റ പ്രസംഗത്തിന് പോയി കഴിഞ്ഞാൽ ഒരു കൺവെൻഷൻ പ്രസംഗത്തിന് കിട്ടുന്ന 15,000 20,000 രൂപയാണ്. നല്ല വയറ് നിറച്ചുള്ള ശാപ്പാട്. ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് അർഹതപ്പെട്ട പണമല്ല. ഇത് മറ്റൊരാളെ ചൂഷണം ചെയ്തെടുക്കുന്ന പണമാണ്. അതുകൊണ്ട് സംതൃപ്തി ലഭിക്കത്തില്ല. അധ്വാനിച്ച് പണമുണ്ടാക്കിയാൽ മാത്രമേ സംതൃപ്തി ലഭിക്കുകയുള്ളൂ. പണിയെടുക്കാതെ പൈസ ആരുടെയെങ്കിലും പറ്റിച്ചു മേടിക്കുന്നതോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും സംഭാവന സ്വീകരിക്കുന്നതോ ഇതൊന്നും നമുക്ക് അർഹതപ്പെട്ടതല്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയും. ഒരു പണിയും ചെയ്യാതെ ഒരു 4 പ്രസംഗം തയ്യാറാക്കി ഒരു വർഷം മുഴുവൻ ആ ഒറ്റ പ്രസംഗം കൊണ്ട് ജീവിക്കുകയും ലക്ഷക്കണക്കിന് രൂപ സമ്പാദിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നത് അതൊന്നും നല്ല പണമല്ല. ആ പണമൊന്നും നമുക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടത്തില്ല. അതൊരു വലിയ സംഭവമാണ്. കഠിനാധ്വാനം ചെയ്ത് നമ്മുടെ ഊർജം ചെലവഴിച്ച് വേണം പണം ഉണ്ടാക്കാൻ. ഊർജം ചെലവഴിക്കാതെ ചുമ്മാ വല്ലവനും പറ്റിച്ച് അതുകൊണ്ടാണ് ഈ പലിശയ്ക്ക് മേടിക്കുന്നതും കൊടുക്കുന്നതും ഒക്കെ പലപ്പോഴും നമുക്കൊരു ഭാരമായി തീരുന്നത്. അപ്പോൾ പണം എപ്പോഴും നന്മ നിറഞ്ഞ പണമായിരിക്കണം. നമ്മുടെ കയ്യിൽ കിട്ടുന്ന 1 രൂപ അത് വൈറ്റ് മണി ആയിരിക്കണം, അത് കള്ളപ്പണമായിരിക്കരുത്.
കള്ളപ്പണം ഉണ്ടെങ്കിൽ നമുക്ക് സംതൃപ്തി ഒരിക്കലും ജീവിതത്തിലുണ്ടാകും. പണിയെടുത്ത് പണം ഉണ്ടാക്കുന്നത് വലിയൊരു സംഭവമാണ്. ഇനി കോടീശ്വരന്മാരെല്ലാം മോശക്കാരാണ് എന്നുള്ള ധാരണ മനുഷ്യൻ തിരുത്തണം. കോടീശ്വരന്മാരാണ് നല്ലവർ. കാരണം അവർ സമൂഹത്തിന് വേണ്ടി ഒരുപാട് നന്മകൾ ചെയ്യുന്നു. ലോകത്തിലെ രണ്ടാമത്തെ ധനികനായ, അതായത് ഈ പുസ്തകം എഴുതുന്ന സമയത്തുള്ള കാര്യം പറയുന്നത്, ലോകത്തിലെ രണ്ടാമത്തെ ധനികനായ ബിൽ ഗേറ്റ്സും അദ്ദേഹം കോടീശ്വരനാണ്. എന്നാൽ അദ്ദേഹം ആരിൽ നിന്നും പണം എടുത്തിട്ടില്ല. മറിച്ച് അദ്ദേഹം ആവിഷ്കരിച്ച കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അദ്ദേഹം പണമുണ്ടാക്കി. അദ്ദേഹത്തിൻ്റെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പല ആളുകളും കോടീശ്വരന്മാരായി തീർന്നു. ഇന്ന് ഈ കമ്പ്യൂട്ടർ മേഖലയിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇന്ന് പല കോടീശ്വരന്മാരെ സൃഷ്ടിച്ച ബിൽ ഗേറ്റ്സാണ്. കാരണം തൻ്റെ ഉദ്യമം കൊണ്ട്, തൻ്റെ പ്രവർത്തനം കൊണ്ട്, തൻ്റെ കഠിനാധ്വാനം കൊണ്ട് അനേകരെ അദ്ദേഹം കോടീശ്വരന്മാരാക്കി. നമുക്ക് എത്ര പേർക്ക് നമുക്ക് തൊഴിൽ കൊടുക്കാൻ സാധിച്ചു? നമ്മുടെ കയ്യിൽ ലഭിച്ചിരിക്കുന്ന പണം നമ്മളുടെ ഊർജം ചെലവഴിച്ച് ലഭിച്ച പണമാണോ? നമ്മൾ പണിയെടുത്ത് ലഭിച്ച പണമാണോ? നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പണമാണോ എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്നെങ്കിൽ മാത്രമേ ജീവിതത്തിന് മൂല്യമുണ്ടാകുകയുള്ളൂ. അത് നമ്മൾ ആദ്യം തിരിച്ചറിയുക. ഒന്ന്, ഒരു വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യാവുന്ന ഏറ്റവും നല്ല പ്രവൃത്തി സ്വന്തം കഴിവുകളെ പരമാവധി ഉപയോഗപ്പെടുത്തി ധനം സമ്പാദിക്കുകയും ആ ധനം ലോക നന്മയ്ക്കായി വിനിയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ കഴിവുകളെ മാക്സിമം ഉപയോഗിക്കുക. എന്താണ് താങ്കളുടെ കഴിവ്? എന്നെ സംബന്ധിച്ച് ഇങ്ങനെ വീഡിയോകൾ ചെയ്യാനുള്ള കഴിവുണ്ട്, കാര്യങ്ങൾ പഠിക്കാനും പഠിപ്പിക്കുവാനുള്ള കഴിവുണ്ട്. എൻ്റെ ഒരു കഴിവാണ്. ഞാനതിനെ മൂടി വെച്ചിട്ട് കാര്യമില്ല. ഞാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം. അതുപോലെ ആളുകളെ ഉത്സാഹിപ്പിക്കുകയും ചെയ്യണം. അത് എനിക്ക് ദൈവം തന്നിട്ടുള്ള കഴിവാണ്. ചിലർക്ക് പാട്ട് പാടാനായിരിക്കാം, ചിലർക്ക് പഠിപ്പിക്കാനായിരിക്കാം. അപ്പോൾ ഇതൊക്കെ ദൈവം നമുക്ക് തന്നിട്ടുള്ള കഴിവുകളെയും ടാലൻറ്റുകളെയും നമ്മൾ ഉപയോഗിക്കണം. അതാണ് എൻ്റെ ഒരു അധ്യാപകൻ ബ്രദർ തോമസ് വർഗീസ് സാർ. അദ്ദേഹം ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല വേദപണ്ഡിതനാണ്, ക്രിസ്തീയ വേദപണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ വലിയ ഒരു ലൈബ്രറി ഉണ്ട്. അത് ആയിരക്കണക്കിന് പുസ്തകങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ശാരീരികമായ അല്പം അസ്വസ്ഥതകൾ ഇപ്പോൾ നേരിടുന്നു, നടക്കാനാകാത്ത ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ പറഞ്ഞു, നമുക്ക് യൂട്യൂബിൽ വീഡിയോ ചെയ്യണം, സാറ് പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കണം. ഞാൻ പറഞ്ഞു, എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് വയസ്സ് 69. ഈ പ്രായത്തിൽ തൻ്റെ ജീവിതത്തിൽ വന്ന അല്ലെങ്കിൽ നടക്കാൻ പറ്റുകയില്ല എന്നുള്ള ഒരു ചിന്താഗതി മനസ്സിൽ ഒരു ദുഃഖമായി തീരാതെ, മറിച്ച് താൻ പഠിച്ചതും മനസ്സിലാക്കിയതുമായ ആയിരക്കണക്കിന് പുസ്തകങ്ങൾ വായിച്ച് ആ പുസ്തകങ്ങളെക്കുറിച്ച് അഗാധമായ പാണ്ഡിത്യമുള്ളയാളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കഴിവുകളെ അവിടെ ഇരുന്നു കൊണ്ട് ഉപയോഗിക്കണം. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ആയിരക്കണക്കിന് വീഡിയോകൾ ചെയ്യാനായിട്ട് സാധിക്കും. അത് സമൂഹത്തിൻ്റെ സഭാചരിത്രത്തെക്കുറിച്ച്, ലോക ചരിത്രത്തെക്കുറിച്ച്, ഇന്ത്യാ ചരിത്രത്തെക്കുറിച്ച്, മറ്റ് പല പുസ്തകങ്ങളെക്കുറിച്ച്, താൻ പരിചയപ്പെട്ട വ്യക്തികളെക്കുറിച്ച്, ആളുകളെക്കുറിച്ച്, ഓരോരുത്തർ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്ന അവരുടെ മാനസാന്തരത്തെക്കുറിച്ച്, അവരുടെ മദ്യപാനത്തിൽ നിന്നും പുകവലിയിൽ നിന്നും അതുപോലെയുള്ള കൊലപാതക ശ്രമങ്ങളിൽ നിന്നും കള്ളന്മാരുടെ കള്ളനായി മോഷ്ടാക്കളായി പോയ ഇതൊക്കെ അദ്ദേഹത്തിന് പലരെക്കുറിച്ചറിയാം. ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ജനങ്ങൾ കാണുകയില്ല എന്നുള്ളതല്ല. ഞാനൊരു വിമർശന വീഡിയോ വിടുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ കാണും. പക്ഷേ ഞാനൊരു മോട്ടിവേഷൻ ക്ലാസ് ചെയ്താൽ അത് വളരെ കുറച്ച് ആളുകളെ കാണുന്നത്. പക്ഷേ ആ കുറച്ചാളുകൾ കാണുന്ന ആ കുറച്ചാളുകളിൽ നിന്നാണ് സമൂഹത്തിന് നന്മയുണ്ടാകുന്നത്. അതിൽ ഒരാൾ വളർന്നാൽ, ഞാൻ ഈ കേൾക്കുന്ന വീഡിയോ കൊണ്ട് ഒരാളെങ്കിലും ഒരു കോടീശ്വരനായാൽ അവൻ ഇതെല്ലാം കേട്ട് സാമൂഹിക നന്മകൾക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കും. അതാണ് എൻ്റെ ജീവിതത്തിൽ വിജയം. അപ്പം ഞാൻ സാറിനോട് പറഞ്ഞു, ഒരുപാട് വീഡിയോകൾ ചെയ്യണം. പിൻകാലങ്ങൾ വരും തലമുറകൾ അത് കേൾക്കും, അത് മനസ്സിലാക്കും. ഞാൻ പറഞ്ഞത്, നമ്മുടെ കഴിവുകളെ നമ്മൾ ഉപയോഗിക്കണം. നമ്മുടെ കഴിവുകളെ ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ അടിയറവ് വെക്കരുത്. നമ്മുടെ കഴിവുകളെ മറ്റുള്ളവർക്ക് മുമ്പിൽ ഉപയോഗിച്ച് അത് മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളതായി തീരണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. 2 കാര്യങ്ങൾ നമുക്ക് വേണം. ഒന്ന്, പണമുണ്ടാക്കാനുള്ള ആഗ്രഹം വേണം. മറ്റൊന്ന്, അത് ലോക നന്മയ്ക്കായി ഉപയോഗിക്കാനുള്ള ചിന്തയും വേണം.
ലോകത്തിലെ കോടീശ്വരന്മാരിൽ ഏറെ പേരും അവരുടെ സ്വത്തിൻ്റെ ഭീമമായ ഭാഗം സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതാണ്. മാനവരാശിയുടെ പുരോഗതിക്കും ഉന്നമനത്തിനും വേണ്ടി പണം ദാനം ചെയ്യുന്ന മഹാമനസ്കരാണവർ. അപ്പോൾ ലോകത്തിലെ കോടീശ്വരന്മാരിൽ ഏറെ പേരും തങ്ങളുടെ പണം ചെലവഴിച്ചു. ഒന്ന് ജോൺ ഡി റോക്ക്ഫെല്ലർ, ആൻഡ്രൂ കാർണിജി, ബിൽ ഗേറ്റ്സ്, വാറൻ ബഫറ്റ്, ഹെൻറി ഫോർഡ്, കാൾ റബേദർ തുടങ്ങിയ നിരവധി പേർ ജീവിതത്തിൽ അവരുടെ സ്വത്തിൻ്റെ ഭൂരിഭാഗവും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതാണ്. അമേരിക്കയിലെ ആദ്യത്തെ കോടീശ്വരനായ ജോൺ റോക്ക്ഫെല്ലർ, അദ്ദേഹത്തിൻ്റെ പുത്രൻ ജോൺ ഡി റോക്ക്ഫെല്ലർ 1913 ആരംഭിച്ച റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ ലോകത്തെമ്പാടുമുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഒരു വ്യവസായ ചക്രവർത്തി എന്ന പേരിലല്ല, മറിച്ച് റോക്ക്ഫെല്ലർ സീനിയർ എന്നറിയപ്പെടുന്നത് മനുഷ്യരാശിയുടെ പുരോഗതിക്കും ഉന്നമനത്തിനും വേണ്ടി ഏറ്റവും അധികം പണം ദാനം ചെയ്ത മഹാമനസ്കൻ എന്ന പേരിലാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ഒരാൾ മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനുശോചന സമ്മേളനത്തിൽ ആളുകൾ വന്നിട്ട് പറയും, ഇദ്ദേഹം, ഞാൻ വീടില്ലാത്തവനായിരുന്നു, അദ്ദേഹം എനിക്ക് ഭവനം വെച്ച് തന്നു, ഞാൻ രോഗിയായിരുന്നു, അദ്ദേഹം എന്നെ സാമ്പത്തികപരമായി സഹായിച്ചു. എന്താണ് ജീവിതത്തിൽ പറയാനായിട്ടുള്ളത്? എന്താണ് ജീവിതത്തിൽ പറയാനായിട്ടുള്ളത്? ജനിച്ചു, വളർന്നു, മരിച്ചു, ആർക്കും വേണ്ടാത്ത ഒരു ജീവിതം. എന്താണ് ആ ജീവിതം കൊണ്ട് പ്രയോജനം? ഒരു പ്രയോജനമില്ല. ഇതാണ്. പക്ഷേ ജീവിച്ചിരിക്കുന്ന കാലഘട്ടങ്ങളിൽ നമ്മൾ സമൂഹത്തിൻ്റെ നന്മകൾ ചെയ്യണം. അമേരിക്കയിൽ സ്റ്റീൽ വ്യവസായിയും കോടികളുടെ അധിപതിയുമായ ആൻഡ്രൂ കാർണിജി 1911 സ്ഥാപിച്ച കാർണിജി കോർപ്പറേഷൻ അമേരിക്കയിലെ പ്രമുഖ വ്യവസായ സ്ഥാപനമാണ്. മനുഷ്യരുടെ ഇടയിൽ പരസ്പര ധാരണയും വിജ്ഞാനവും പ്രസരിപ്പും മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുമായി ഈ സ്ഥാപനം വർഷം തോറും കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നു. ബിൽ ഗേറ്റ്സും അദ്ദേഹത്തിൻ്റെ ഭാര്യ മെലിഡിൻ്റെയും ചേർന്ന് സ്ഥാപിച്ച ബിൽ ആൻഡ് മെലിഡിൻഡ ഗ്രേറ്റ് ഫൗണ്ടേഷൻ ഇന്ന് ലോകത്താകമാനം ആളുകളുടെ ഇടയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. വ്യവസായ പ്രമുഖരായ രത്തൻ ടാറ്റയും മുകേഷ് അംബാനിയും ഇൻഫോസിസ് ടെക്നോളജി സ്ഥാപകനായ നാരായൺ മൂർത്തിയും ഭാര്യ സുധാമൂർത്തിയും ഇന്ത്യയിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. അവർ ആശുപത്രികൾ, അനാഥാലയങ്ങൾ, സ്കൂളുകൾ, പുനരധിവാസ കേന്ദ്രങ്ങൾ, ലൈബ്രറികൾ ഒക്കെ ആരംഭിച്ചിരിക്കുന്നു. സാമ്പത്തികപരമായി നിലവാരം കുറഞ്ഞ ആളുകൾക്ക്, ദാരിദ്ര്യരേഖ താഴെയുള്ള ആളുകൾക്ക്, വളരെ സാധാരണക്കാരായ ആളുകൾക്ക് അവിടെ ചെന്ന് മിതമായ രീതിയിൽ ആശുപത്രിയിൽ അവർക്ക് ചെലവ് നടത്താനായിട്ട് സാധിക്കും. എന്തിനേറെ നമ്മുടെ കേരളത്തിലെ ഡോക്ടർ KP യോഹന്നാൻ എന്നറിയപ്പെടുന്ന ബിലിവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൻ്റെ മെത്രാപ്പോലിത്ത സ്ഥാപിച്ച തിരുവല്ലയിലെ ബിലിവേഴ്സ് ചർച്ച് ഹോസ്പിറ്റൽ, സാധാരണക്കാരൻ അവിടെ എത്തി അവന് ട്രീറ്റ്മെൻറ്റ് നേടാൻ പറ്റുന്ന ഒരു ആശുപത്രിയാണ്. അപ്പോൾ അങ്ങനെ ജീവിതത്തിൻ്റെ കോടീശ്വരന്മാരായി തീർന്നിട്ടുള്ള ആളുകൾ സമൂഹത്തിന് വേണ്ടി ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തനായി ഇന്ത്യയിലെ പ്രാഥമിക വിദ്യാഭ്യാസ മേഖല പുരോഗതിക്ക് 8,846 കോടി രൂപ സംഭാവന ചെയ്ത ഒരു കോടീശ്വരനാണ് അസീം പ്രേംജി എന്ന് പറയുന്ന വ്യക്തി. 1947 സസ്യ എണ്ണ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടാണ് വിപ്രോ കമ്പനി രംഗത്ത് വരുന്നത്. 1977 വിപ്രോ IT മേഖല കടന്നു. 1980 വിപ്രോ ടെക്നോളജീസ് ലിമിറ്റഡ് രൂപീകരിച്ചു. വെറും $20 ലക്ഷം വരുമാനത്തിൽ നിന്നും 2018 $485 ബില്യൺ രൂപ വരുമാനമുള്ള ഒരു കമ്പനിയായി അതിനെ വളർത്തിയെടുത്തു. ഇന്ത്യയിലെ ധനികന്മാരുടെ പട്ടികയിൽ 3-ാം സ്ഥാനക്കാരനായ അസീം പ്രേംജിയുടെ വിപ്രോ ടെക്നോളജീസ് 50-ലേറെ രാജ്യങ്ങളിൽ നിന്ന് ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും ഈ കമ്പനികൾ പ്രവർത്തിക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്നു. എന്തിനേറെ നമ്മുടെ കേരളത്തിലെ യൂസഫ് അലി, അദ്ദേഹം ഇവിടുന്ന് വിദേശ രാജ്യത്തേക്ക് പോയപ്പോൾ ഒന്നുമില്ലാതെയാണ് പോയത്. ലുലു മാർട്ട് എന്ന പേരിൽ അദ്ദേഹം തുടങ്ങിയ സ്ഥാപനത്തിലൂടെ ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്നു. അതുപോലെ ലക്ഷക്കണക്കിന് ആളുകളെ സാമ്പത്തികപരമായി സഹായിക്കുവാൻ അദ്ദേഹത്തിന് കഴിയുന്നു. എന്തുകൊണ്ടാണ്? അദ്ദേഹം ഒക്കെ ബിസിനസ് രംഗത്ത് വളരെ ശക്തമായി വളർന്ന വ്യക്തി,
വ്യക്തിയായി തീർന്നു. മുംബൈയിൽ 1945 ജൂലൈ 24 അസീം പ്രേംജി ജനിച്ചത്. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയായതിനു ശേഷം അപ്പോൾ തൻ്റെ അച്ഛൻ്റെ മരണം ആ സമയത്ത് സംഭവിച്ചു. എന്നാൽ അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങി. ഇവിടെ വന്ന് തൻ്റെ 21-ാമത്തെ വയസ്സിൽ അസീം കമ്പനിയുടെ ചുമതല ഏറ്റെടുത്തു. അസീമിൻ്റെ നേതൃത്വത്തിൽ പടിപടിയായി കമ്പനി വളർന്നു. താമസിയാതെ വിപ്രോ ഒരു കൺസ്യൂമർ ഗുഡ്സ് കമ്പനിയിലേക്ക് മാറ്റി. പക്ഷി എണ്ണ, അലക്ക് സോപ്പ്, മെഴുക് എന്നിവയുടെ ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യവൽക്കരണത്തിലൂടെ കമ്പനി പുരോഗതിയിലേക്ക് നടന്നു. തുടർന്ന് ഹൈഡ്രോളിക് സിലിണ്ടർ നിർമ്മാണം ആരംഭിച്ചു. 1977 IT രംഗത്തും കടന്ന കമ്പനി ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ നിർമ്മാണ കമ്പനികളിൽ ഒന്നായി. ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് ഇത് സാധ്യമായിരുന്നില്ല എന്ന് പലരും വിചാരിച്ചപ്പോൾ ആ സ്ഥാനത്ത് ദീർഘവീക്ഷണത്തോടു കൂടി അദ്ദേഹം പ്രവർത്തിച്ചു. അദ്ദേഹം കമ്പനിയുടെ ദൈനംദിന ഭരണം മാനേജർമാരെ ഏൽപ്പിച്ചു. മികച്ച മാനേജർമാരെ കണ്ടെത്തുക എന്നുള്ളത് അദ്ദേഹം വളരെ ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ കഴിവുള്ള ആളുകളെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയും കഠിനാധ്വാനം ചെയ്യാൻ മനസ്സുള്ളവരെ ആ സ്ഥാനത്തേക്ക് എത്തിക്കുകയും ചെയ്തു. മാനേജർമാർക്ക് ടെക്നോളജിയെക്കുറിച്ചും അന്ന് യാതൊരു അറിവുമുണ്ടായിരുന്നില്ല. എന്നാൽ അസീം പ്രേംജിയുടെ നിഗമനം തെറ്റിയില്ല. അതിവേഗം ആ മാനേജർമാർ കമ്പ്യൂട്ടർ ടെക്നോളജിയുടെ വിപണനത്തിൽ പ്രാഥമിക ജ്ഞാനം നേടി. അതായത് ഉൽപ്പന്നം വിറ്റഴിക്കണം, എങ്ങനെ വിറ്റഴിക്കണം, എന്തെല്ലാം അതിവേഗം ചെയ്യണം എന്ന് അദ്ദേഹം പഠിച്ചെടുത്തു. തുടർന്ന് തങ്ങളുടെ ഹാർഡ്വെയർ ഉപഭോക്താക്കൾക്ക് ആവശ്യമുള്ള സോഫ്റ്റ്വെയർ കമ്പനി നിർമ്മിച്ചു തുടങ്ങി. പിന്നീട് ഇന്ത്യ ആദ്യ ഇന്ത്യൻ 8086 എന്ന ചിപ്പ് വിപ്രോ വികസിപ്പിച്ചെടുത്തു. IT മേഖലയിൽ മുന്നേറ്റം, ഇൻഫ്രാ എഞ്ചിനീയറിംഗ്, സ്പെഷ്യലൈസ്ഡ് IT, പ്രൊഡക്ട്സ്, സർവീസ് എന്നീ മേഖലകളിൽ വലിയ പ്രവൃത്തി അല്ലെങ്കിൽ ഒരു മാറ്റം അദ്ദേഹം കൊണ്ടുവന്നു. ജപ്പാൻ, US, യൂറോപ്പ് എന്നീ രാജ്യങ്ങളിൽ 300-ലേറെ വൻകിട ഉപഭോക്താക്കളാണ് ഇതിനുള്ളത്. നോക്കിയ, തോഷിബ, കോമ്പാക്ട്, എക്സ്കൽ ഇതുപോലെയുള്ള എമേഴ്സൺ ഇതുപോലുള്ള വൻ സ്ഥാപനങ്ങളെല്ലാം വിപ്രോയുടെ ഉപഭോക്താക്കളാണ്. എന്തുകൊണ്ട് ഇത്രയും ശക്തമായ രീതിയിൽ അദ്ദേഹം പറഞ്ഞു? ജനങ്ങളെ, അതായത് ജോലിക്കാരെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ടും കമ്പനിയുടെ ലാഭവിഹിതം വീതിച്ചു നൽകിയും അദ്ദേഹം തൊഴിലാളികൾക്ക് ക്ഷേമപരമായ ഒരു സാഹചര്യം കൊടുത്തു. അങ്ങനെ ഈ തൊഴിലാളികൾക്ക് ലാഭവിഹിതങ്ങൾ കൊടുത്തുകൊണ്ട് അവരെയും കോടീശ്വരന്മാരാക്കി. ഇന്ന് വിപ്രോ ആയിക്കൊള്ളട്ടെ, റിലയൻസ് ആയിക്കൊള്ളട്ടെ, ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന മാനേജർമാർക്ക്, സോണൽ മാനേജർമാർ, അവരൊക്കെ ഇന്ന് നല്ല ഉന്നതമായ ഒരു പണത്തിന് ഉടമകളായി തീരാനുള്ള കാരണം ഒരു വ്യക്തിയുടെ മനസ്സിൽ അദ്ദേഹം കണ്ട സ്വപ്നത്തിൻ്റെ പരിണിത ഫലമാണ്. അതുകൊണ്ട് വിശാലമായ ചിന്തയിലേക്ക് നമുക്കും എത്തപ്പെടാനായിട്ട് സാധിക്കും. നമുക്ക് കേരളത്തിലെ ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ കുമാർ ബാഹുലേയൻ എന്നാണ്. ഡോക്ടർ കുമാർ ബാഹുലേയൻ്റെ കഥ കേട്ടാൽ നമ്മളെല്ലാവരും അത്ഭുതപ്പെട്ടു പോകും. വൈക്കം താലൂക്കത്തിൽ ഇത്തിപ്പുഴ സമൃദ്ധിയായി ഒഴുകുന്ന ചെമ്മനകരയിൽ ഒരു ദരിദ്ര കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. പട്ടിണി, ദാരിദ്ര്യം, രോഗം, ദുരിതങ്ങൾ നിറഞ്ഞ ബാല്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ. കുമാറിൻ്റെ 3 സഹോദരങ്ങൾ രോഗികളായി മരണപ്പെട്ടു പോയി. ഭീകരമായ രോഗം അദ്ദേഹത്തെയും ബാധിച്ചു. മരണത്തോട് മല്ലിടിച്ചാണ് അദ്ദേഹം തൻ്റെ കൗമാരപ്രായത്തിലേക്ക് കടന്നത്. ചെറുപ്പത്തിൽ പഠിക്കാൻ മിടുക്കനായിരുന്നു അദ്ദേഹം. ബാല്യത്തിലെ രോഗങ്ങൾ സമ്മാനിച്ച ദുരിതം ഏതു വിധേനെങ്കിലും ഒരു ഡോക്ടർ ആകണം എന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തെ ഭരിച്ചു. അങ്ങനെ ഡോക്ടർ ആകണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി അക്കാലത്ത് തിരുവിതാംകൂർ കൊച്ചി ഭാഗങ്ങളിലൊന്നും മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നില്ല. പഠിക്കാനുള്ള സാമർഥ്യം കണ്ടറിഞ്ഞ ചില ഉദാരമതികളായിട്ടുള്ള ആളുകൾ സാമ്പത്തിക സഹായം കൊണ്ട് അദ്ദേഹത്തെ മദ്രാസ് മെഡിക്കൽ കോളേജിൽ MBBS അഡ്മിഷൻ അദ്ദേഹത്തിന് ലഭിച്ചു. 4 വർഷം പഠനവും ഇന്റേൺഷിപ്പിന് ശേഷം ഡോക്ടർ കുമാർ കേരളത്തിലെ ആദ്യത്തെ ന്യൂറോ സർജനായത് കുമാർ ബാഹുലേയനാണ്. ദാരിദ്ര്യത്തിൻ്റെ, അതായത് പട്ടിണി മൂലം, ദാരിദ്ര്യം മൂലം, രോഗം മൂലം തൻ്റെ 3 സഹോദരങ്ങൾ മരണപ്പെട്ടു പോയപ്പോഴും താൻ എന്ത് ചെയ്തു? അദ്ദേഹം പഠിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കും. ഉദാരമതികളായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തെ സഹായിച്ചു. പിന്നീട് ഉപരിപഠനം നടത്താനായി ഇംഗ്ലണ്ടിലേക്ക് പോയി. അവിടെ നിന്നും മടങ്ങിയെത്തിയ ഡോക്ടർ നിർബന്ധിത സൈനിക സേവനത്തിന് വിട്ടു. തിരികെ എത്തിയ ഡോക്ടർ കുമാറിന് മാന്യമായി ജോലി നൽകാൻ സർക്കാർ തയ്യാറായില്ല. അദ്ദേഹം അമേരിക്കയിലേക്ക് പോയി. കാത്തു നിൽക്കാതെ ഡോക്ടർ കുമാർ അമേരിക്കയിലെത്തി. വീണ്ടും 4 വർഷം അവിടെ പഠിച്ചു. ഏറെ താമസിയായ പ്രഗത്ഭനായ ഒരു ന്യൂറോ സർജനായി അദ്ദേഹം മാറി.
ബാല്യകാലത്ത് അനുഭവിക്കേണ്ടി വന്ന കടുത്ത ദാരിദ്ര്യത്തോടുള്ള തൻ്റെ പ്രതികാരം എന്ന രീതിയിൽ അദ്ദേഹം പണം സമ്പാദിച്ചു. ഒടുവിൽ യൂണിവേഴ്സിറ്റി ഓഫ് ബഫലോയിൽ നിന്നും സർജറിയിൽ അസോസിയേറ്റ് പ്രൊഫസറായി റിട്ടയർഡ് ചെയ്യുമ്പോൾ അദ്ദേഹം കോടീശ്വരനായിരുന്നു. ഡോക്ടർ കുമാർ ഏറെ ആഡംബരത്തിലും മോടിയിലും ജീവിച്ചു. അദ്ദേഹം 5 മേഴ്സഡസ് ബെൻസ് കാറുകൾ, ഒരു സ്വകാര്യ വിമാനം എന്നിവ അദ്ദേഹത്തിനുണ്ട്. രാജകീയമായ ജീവിതം നയിച്ചു. എന്നാൽ സമൂഹത്തിന് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു? ഡോക്ടർ കുമാർ ബാഹുലേയനും ഭാര്യയും വർഷങ്ങൾക്ക് ശേഷം നാട്ടിലെത്തി. ചെമ്മനകരയിലെ പട്ടിണി പാവങ്ങൾക്കായി എന്തെങ്കിലും ചെയ്യണമെന്ന് അദ്ദേഹത്തിന് തോന്നി. ഭാര്യയും അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ ആദ്യമായൊരു ക്ലിനിക്ക് ആരംഭിച്ചു. അത് വളർന്ന് 250 കിടക്കകളും മുന്തിയ സാങ്കേതിക സൗകര്യമുള്ള ഇൻഡോ അമേരിക്കൻ ആശുപത്രിയായി. അവിടെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് ചുരുങ്ങിയ ചെലവിൽ അതിവിദഗ്ധമായ ചികിത്സ അദ്ദേഹം ഉറപ്പാക്കി. ഇതിനായി 1998 കുമാർ ബാഹുലേയൻ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ആരംഭിച്ചു. തൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് 80 കോടി രൂപ അദ്ദേഹം ഫൗണ്ടേഷന് കൈമാറി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദാരിദ്ര്യ പട്ടിണിയും രോഗം മൂലം തൻ്റെ 3 സഹോദരങ്ങളും മരണപ്പെട്ടു. നിശ്ചയദാർഢ്യമാണ് അദ്ദേഹത്തെ ജീവിതത്തിന് വിജയിപ്പിച്ചത്. പഠിക്കണമെന്നും വളരണമെന്നും പണം സമ്പാദിക്കണമെന്നും അത് സാമൂഹിക നന്മകൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നും കൊടുക്കണമെന്നും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ അമിതമായ ആഗ്രഹമാണ് അദ്ദേഹത്തെ ജീവിതത്തിൽ വലിയവനാക്കിയത്. 80 കോടി രൂപയോളം അദ്ദേഹം സാമൂഹിക നന്മകൾക്ക് വേണ്ടി ഫൗണ്ടേഷന് വേണ്ടി അദ്ദേഹം ചെലവഴിച്ചു. സ്വന്തം നാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി സമ്പാദ്യത്തിനൊരു പങ്ക് നീക്കിവെക്കുന്നതിനും അദ്ദേഹം മറന്നില്ല. തൻ്റെ ആഡംബര ജീവിതത്തെക്കാൾ എത്രയോ ആനന്ദകരവും അർത്ഥപൂർണമാണ് സേവനത്തിലും കാരുണ്യത്തിൻ്റെയും പാത അദ്ദേഹം തിരിച്ചറിഞ്ഞു. എത്ര ആഡംബരത്തിൽ ജീവിച്ചാലും എത്ര സുഖലോലുപനായി ജീവിച്ചാലും ജീവിതത്തിൽ സമ്പത്ത് മറ്റുള്ളവർക്ക് വേണ്ടി ഇല്ലാത്തവർക്ക് കൊടുക്കുക എന്നുള്ളതും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് എത്തപ്പെടുക എന്നുള്ളതും അദ്ദേഹം ഒരു വലിയ നേട്ടമായി അദ്ദേഹം ജീവിതത്തിൽ കണ്ടു. പിന്നീട് ഈ പുസ്തകത്തിൽ ഒരു ചെറിയ കഥയാണ് പറയുന്നത്. ഒരു കാക്കയുടെ കഥയാണ്, ഒരു കടൽ കാക്കയുടെ കഥയാണ്. ജോനാഥാൻ ലിവിങ്സ്റ്റൺ സീഗർ എന്ന കടൽ കാക്കയുടെ കഥയാണ്. ലോക പ്രശസ്ത എഴുത്തുകാരനായ റിച്ചാർഡ് ബാക്ക് ആണ് ഈ കഥ എഴുതിയത്. ഒരു കടൽ കാക്ക അവൻ ഉയർന്നു പറക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ തൻ്റെ കൂടെയുള്ള ആളുകളിലെല്ലാം അത് അവനെ നിരുത്സാഹപ്പെടുത്തി. നീ പറക്കരുത്, നീ ഉയർന്നു പറന്നാൽ നീ താഴെ വീഴും, നിന്റെ ചിറകുകൾ ബുദ്ധിമുട്ടുണ്ടാകും, നിനക്ക് പറക്കാനായിട്ട് സാധ്യമാകുകയില്ല എന്ന് പല കൂട്ടുകാരും അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തി. എന്നാൽ തൻ്റെ മനസ്സിലെ അമിതമായ ആഗ്രഹം, പറന്നുയരണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ അമിതമായ ചിന്ത അദ്ദേഹം അതിൽ ഭരിച്ചു. അങ്ങനെ പറന്ന് അവൻ ആകാശത്തോളം എത്തുകയും അവിടെ അവൻ ഉയർന്നു പറക്കുന്ന ആളുകളെ കാണുവാനായിട്ടിടയും ഓരോ തലത്തിലെത്തുമ്പോഴും ഉയർന്നു പറക്കുന്ന മറ്റു പക്ഷികളെ അവൻ കണ്ടെത്തി. അവൻ അവരെ പ്രോത്സാഹിപ്പിച്ചു. ഏറെ ഉയരങ്ങളിൽ കുതിച്ച് പൊങ്ങുമ്പോഴും ഒറ്റപ്പെട്ടതായ ഒരു അനുഭവം തനിക്ക് തോന്നി. ആ ഒറ്റപ്പെടൽ ഒരു സുഖമായി തോന്നി. ജീവിതത്തിൽ വിജയിക്കുന്നവർ വളരെ കുറച്ചാളുകളുള്ളൂ. ഉയർന്ന തലത്തിലേക്ക് എത്തുന്നവർ വളരെ കുറച്ച് പേരേ ഉള്ളൂ. പക്ഷേ അവിടെ എത്തുമ്പോഴാണ് അവരുടെ സ്വഭാവം, അവരുടെ ജീവിത രീതി, അവരുടെ ഇടപാടുകൾ, അവരുടെ വസ്ത്രധാരണം, അവരുടെ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഉന്നതന്മാരോടുകൂടെ ഇരിക്കുക, അവരെക്കുറിച്ച് പഠിക്കുക, ഇതൊക്കെ നമ്മുടെ നമ്മളെ ജീവിതത്തിലേക്ക് വലിച്ചു താഴ്ത്താൻ ഒരുപാട് ആളുകളുണ്ടാകും. പക്ഷേ നമ്മളെപ്പോഴും ഉയർന്ന നിലവാരത്തിലുള്ള ചിന്താഗതിയും ഉന്നതമായ ദീർഘവീക്ഷണം, ഉന്നതമായ ചിന്തകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എവിടെയെങ്കിലും എത്തിച്ചേരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. കുറേ ഉയരങ്ങൾ കീഴടക്കി കഴിയുമ്പോൾ ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ എത്തും. എന്നാൽ ഈ ഉയരങ്ങളിൽ എത്തപ്പെടാനുള്ള വഴിയാത്രയിൽ നാം മാത്രമേ കാണുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. കുറേ ഉയരങ്ങൾ കീഴടക്കുമ്പോഴും നമ്മുടെ ജന്മനാടിനെക്കുറിച്ച് നമുക്ക് എപ്പോഴും ഒരു ചിന്തയാണ്. ഞാൻ എവിടെ ജനിച്ചു, ഞാൻ എവിടെ വളർന്നു, ഞാൻ ഏത് കുലത്തിൽ ജനിച്ചു, ഏത് കുടുംബത്തിൽ ജനിച്ചു. നമ്മുടെ നാട്ടിലുള്ളവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ജനനം മുതൽ സമൂഹത്തെ ആശ്രയിച്ച് ജീവിക്കുന്നതിനാൽ നേടിയ സമ്പത്തിൻ്റെ ഒരു ഭാഗം മുഴുവൻ സമൂഹത്തിന് തിരിച്ചു നൽകുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നമ്മളൊരു കാര്യമാണ്, നമ്മൾ ഉത്സാഹികളായിരിക്കണം. നമ്മൾ പണം സമ്പാദിക്കുവാൻ വേണ്ടി നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ നമ്മുടെ ആയുസ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ കഴിയുന്നിടത്തോളം നമ്മൾ ഉപയോഗിക്കണം. അതെന്തിനാണ്? നമുക്ക് ലഭിക്കുന്ന പണം സാമൂഹിക നന്മകൾക്ക് വേണ്ടി നമുക്ക് വിനിയോഗിക്കാൻ
കഴിയണം. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധ്യമാകുള്ളൂ. നമ്മുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ നമുക്ക് സമൂഹത്തിന് വേണ്ടി ഒന്നും ചെയ്യാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് പണമുണ്ടാക്കുമ്പോഴും നമ്മുടെ മനസ്സിലെപ്പോഴും എനിക്ക് സമൂഹത്തെ സേവിക്കണം എന്നുള്ളൊരു ചിന്താഗതി എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. അതുകൊണ്ട് ഒന്നുകൂടെ ഞാൻ ഈ ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. സാമൂഹിക നന്മയ്ക്ക് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന സ്ഥാപനങ്ങളൊരായ ടാറ്റ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ സ്കോളർഷിപ്പ് കൊണ്ടാണ് KR നാരായണൻ എന്ന മലയാളി വിദേശത്ത് പോയി പഠിച്ചത്. പഠനം പിന്നീട് അദ്ദേഹത്തെ ഇന്ത്യൻ രാഷ്ട്രപതി വരെയാക്കി. മൈസൂർ രാജാവ് നൽകിയ പണം കൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിൽ പോയതും ചിക്കാഗോയിൽ സർവ്വമത സമ്മേളനത്തിൽ പ്രസംഗിച്ചും. ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് രൂപം നൽകിയ ഡോക്ടർ BR അംബേദ്കർ വിദേശ വിദ്യാഭ്യാസം നേടിയതും ബറോഡ രാജാവിൻ്റെ സഹായത്തോടു കൂടിയാണ്. ഇന്ന് ഇന്ത്യക്ക് നല്ലൊരു ഭരണഘടന എഴുതി ലഭിച്ചതിൽ ഡോക്ടർ BR അംബേദ്കറിൻ്റെ കരങ്ങളാണ്. എന്നാൽ അദ്ദേഹമാക്കി മാറ്റിയത് ബറോഡ രാജാവായിരുന്നു. അദ്ദേഹത്തിന് സ്കോളർഷിപ്പ് കൊടുത്തുകൊണ്ടാണ് ഉന്നതമായ വിദ്യാഭ്യാസം ലഭിക്കുന്നത്. പലപ്പോഴും ഇങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ അറിയും, പക്ഷേ ആളുകളെ സഹായിച്ചിട്ടുള്ള വ്യക്തികളെ പലരും അറിയില്ല. സാജു തോമസ് എന്ന ഞാനിവിടെ നിന്ന് വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്നെ സഹായിച്ച ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെയൊക്കെ സഹായം കൊണ്ടും അവരുടെയൊക്കെ ഉപദേശങ്ങൾ കൊണ്ടും അവരൊക്കെ തന്ന പല നന്മകൾ കൊണ്ടുമാണ് ഇന്ന് എന്നെപ്പോലൊരു വ്യക്തി ഇന്ന് ഇവിടെ നിന്ന് വീഡിയോകളൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാനൊന്നും ഈ നിലയിൽ പെടുകയില്ല. അതുകൊണ്ട് ഞാൻ പറയാൻ വന്നത് ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളെ സഹായിച്ചവരെ നമ്മൾ ഒരിക്കലും മറക്കാതിരിക്കുക. അവരെ നമ്മൾ ഓർക്കുകയും അവർ ചെയ്ത സേവനങ്ങളെ ഓർത്ത് നന്ദി പറയുകയും നമുക്ക് ലഭിച്ച സേവനങ്ങൾ നമ്മൾ സമൂഹത്തിന് കൊടുക്കാൻ തയ്യാറാകുകയും ചെയ്യണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് കടക്കാം. അടുത്ത അധ്യായം എന്ന് പറയുന്നത് യഥാർത്ഥ പങ്കാളിത്തം എന്നുള്ളതിനെ കുറിച്ചാണ്.